യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഇന്ന് ബുധനാഴ്ച ദിവസം ദൈവവചനം നാം കേൾക്കുകയാണ്. പ്രതീക്ഷയോടെ മനസ്സിനെ ഒന്നൊരുക്കുക. ചിലപ്പോൾ നമ്മളൊക്കെ വചനം കേൾക്കുമ്പോൾ ചില മനുഷ്യരൊക്കെ ആകപ്പാടെ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. കെട്ടപ്പെട്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ കൈയും അനക്കത്തില്ല, കാലും അനക്കത്തില്ല, വിചാരിച്ച പോലെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഗ്രഹമുണ്ട്, നന്നായിട്ടൊന്ന് കയറി വരണം, രക്ഷപ്പെടണം, പക്ഷെ ഒന്നിനും പറ്റുന്നില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ വിഷമിക്കുന്നവരാണോ? എനിക്കെവിടെയും ഒന്നെത്താൻ പറ്റിയില്ലല്ലോ, ഒന്നും ആകാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് എവിടെയും ഒന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള ഭാരം അനുഭവിക്കുന്നവർ, സങ്കടം അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്? മനസ്സൊക്കെ വല്ലാതെ വാടിയിരിക്കുകയാണോ? ഭാരപ്പെട്ട ഒരവസ്ഥയിലാണോ? ചില പ്രശ്നങ്ങളുടെയൊക്കെ മുൾമുനയിലാണോ? നമ്മൾ പറയില്ല, ഞാനൊരു പ്രശ്നത്തിൻ്റെ മുൾമുനെ നിൽക്കുവാന്ന്. ഏതെങ്കിലും പ്രതിസന്ധികളുടെയോ ഒറ്റപ്പെടലിൻ്റെയോ വെല്ലുവിളികളുടേതോ നാണം കെട്ട് പോയതിൻ്റെയൊക്കെ തീവ്ര അവസ്ഥയിൽ മുൾമുനയിൽ എന്ന പോലൊക്കെയാണോ നിൽക്കുന്നത്? ഇന്ന് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന, മുടങ്ങാതെ കേൾക്കുന്ന, ഈ അടുത്ത കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയ, അല്ല ചിലപ്പോൾ യാദൃശ്ചികമായിട്ടൊക്കെ കേൾക്കുന്ന ഒരാളായിരിക്കും ഇന്ന് കേൾക്കുന്നത്, ഇപ്പോൾ കേൾക്കുന്നത്. ഇതൊരു ദൈവനിശ്ചയമാണ്. ഏത് പ്രതിസന്ധിയിലാണേലും മറികടന്ന് അപ്പുറത്തെത്തും. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അതിനെ വകഞ്ഞു മാറ്റി അപ്പുറത്തെത്തും. ദൈവം നിങ്ങളെ നയിക്കും. ഇന്ന് വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം വിശ്വസിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്ന് പറയുന്ന വചനം മിക്ക പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുന്നേ പോകും. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ, പഴുതെന്ന് പറഞ്ഞാൽ ഒരു വഴി, എനിക്കത് രക്ഷപ്പെടാനൊരു പഴുതുമില്ല, ഒരു വഴിയില്ലെന്ന് പറയുന്ന വാക്കാണ്. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുൻപേ പോകും. എന്താണ് ഈ മതിലിൽ പഴുതുണ്ടാക്കുക? നമ്മൾ പറയില്ല, ഇനി എനിക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല, ഇനി എനിക്ക് ഉയരാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല, എൻ്റെ ജീവിതം എല്ലാം കൊണ്ടും വഴിമുട്ടിയ ഒരവസ്ഥയിലാണ്. അതൊരു മതിലാണ്, നമുക്കതിനപ്പുറം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ, അല്ലെ ദൈവത്തിൻ്റെ ഇടപെടൽ മതിലാണെങ്കിലും അതിലൂടെ അപ്പുറം കിടക്കാൻ ഒരു പഴുതുണ്ടാക്കാൻ നമ്മുടെ മുമ്പേ പോകുന്നു. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുന്നേ പോകും. ഒരു വഴി ഉണ്ടാക്കുന്ന അതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ 4 വശവും മതിൽ കെട്ടി മൂടിയ അവസ്ഥയിലാണോ? അക്ഷരാർത്ഥത്തിൽ മണ്ണും സിമെൻറ്റും കല്ലുമൊക്കെ വെച്ചുണ്ടാക്കിയ മതിലല്ല. ചില ദുഃഖത്തിൻ്റെ മതിൽ, നിരാശയുടെ മതിൽ, അപ്പുറം കാണാൻ പറ്റുന്നില്ലാത്ത പോലെ, ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന പോലെ. ഇതെങ്ങനെ കയറാനാണ്? ഇതെങ്ങനെ മറികടക്കാനാണ്? ഞാനെങ്ങനെ രക്ഷപ്പെടാനാണ്? എൻ്റെ ജീവിതം ഇവിടെ കൊണ്ടങ്ങ് തീരത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ മതിലിൻ്റെ ഇപ്പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സമയം പ്രാർത്ഥിച്ചേ, മതിലിൽ പഴുതുണ്ടാക്കുന്നവർ മുൻപേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കിടക്കും. മുമ്പിൽ എന്തുണ്ട്? മതിൽ മാത്രമല്ല,
തകർക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായൊരു കവാടമുണ്ട്. അതിനെ തകർത്ത് പുറത്തു കിടക്കും. അവരുടെ രാജാവ് അവർക്ക് മുന്നേ നടക്കും. അടുത്ത ഭാഗം നോക്കിയേ. അങ്ങനെ കർത്താവ് അവരെ നയിക്കും. ദൈവം അങ്ങനെ അവരെ നയിക്കും. അവസാനത്തിന് ആ വാക്കുകൊണ്ട് വച്ചിരിക്കുന്നത് ദൈവം കർത്താവ് അവരെ നയിക്കും. എന്തൊക്കെയുണ്ട്? മതിലുണ്ട്, അപ്പുറത്തൊരു കവാടമുണ്ട്. എങ്ങനെ പുറത്ത് കിടക്കാനാണ്? എങ്ങനെ രക്ഷപ്പെടാനാണ്? ആര് സഹായിക്കുമെന്നായി പറയുന്നത്? എങ്ങനെ ഈ കടം വീട്ടുമെന്നായി പറയുന്നത്? ഇതുകൊണ്ട് എന്താകാനാന്നായി പറയുന്നത്? ഈ സ്ഥലം ഇനി എങ്ങനെ വിൽക്കാനാ? ഈ വീടിനി എങ്ങനെ പണിത് തീർക്കാനാ? ഈ ജോലി ഇനി എങ്ങനെ കിട്ടാനാ? ഞാൻ തിരിച്ചു വരേണ്ടി വരുവുള്ളൂ. ഞാൻ മിക്കവാറും നാണം കെട്ട് പോവുകയുള്ളൂ. എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല. എൻ്റെ മുമ്പിൽ ഇനി വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവർ കേട്ടെ, ജീവിതത്തിൻ്റെ മുമ്പിലെ ചില മതിലും ചില കവാടങ്ങളും കണ്ടേച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ അതെന്തൊക്കെ വലിയ മതിലായിക്കൊള്ളട്ടെ, കവാടമായിക്കൊള്ളട്ടെ, നിങ്ങളെ നയിക്കുന്നൊരു ദൈവമുണ്ട്. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുമ്പേ പോകും. എന്നിട്ടോ അവർ കവാടം തകർത്ത് പുറത്തു കിടക്കും. എന്തിന്? ആ കവാടം തകർത്തത്, പഴുതുണ്ടാക്കിയത് നിനക്ക് വേണ്ടിയാണ്. നിന്നെ പുറത്തെത്തിക്കാനാണ്. നിന്നെ ഒന്ന് അപ്പുറത്തെത്തിക്കാനാണ്. നിൻ്റെ ജീവിതം ഇവിടെ കിടന്ന് പട്ടു പോകാതിരിക്കാനാണ്. പഴുതുണ്ടാക്കുന്നവർ മുന്നേ പോകും, കവാടം തകർത്ത് പുറത്തു കിടക്കും. അടുത്ത ഭാഗമാണ്, അവരുടെ രാജാവ് അവർക്ക് മുമ്പിൽ നടക്കും. ആരാണ് നമ്മുടെ രാജാവ്? ആരാണ്? ദൈവമായ കർത്താവ്, സർവശക്തനായ ദൈവം നമുക്ക് മുമ്പേ നടക്കും. അതിൻ്റെ അവസാനം ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അങ്ങനെ കർത്താവ് അവരെ നയിക്കും. ദൈവം അവരെ നയിക്കും. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ വിശ്വസിച്ച് പറയുമോ? ദൈവം എന്നെ നയിക്കും. ദൈവം എൻ്റെ കുടുംബത്തെ നയിക്കും. ദൈവം എൻ്റെ തലമുറയെ നയിക്കും. ദൈവം എൻ്റെ സാമ്പത്തികത്തെ നയിക്കും. ദൈവം എൻ്റെ വരുമാന മാർഗങ്ങളെ നയിക്കും. ദൈവം എൻ്റെ കൃഷിയിടത്തെ നയിക്കും. ദൈവം എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ കൈ പിടിച്ച് ദൈവം എന്നെ നയിക്കും. നയിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വാക്യത്തിലെല്ലാം കാണുന്നത് മതിൽ കണ്ട്, കവാടം കണ്ട്, സാഹചര്യം കണ്ട് മനസ്സ് മടുത്ത് പുറകോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ചല്ല. പ്രശ്നങ്ങൾ കൂടുതൽ തന്നെ, പ്രതിസന്ധികളും കട്ടിയായത് തന്നെ, എല്ലാം ഭാരമുള്ളത് തന്നെ, പക്ഷേ അവരെ ദൈവം നയിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വഴിമുട്ടിപ്പോയി പ്രശ്നങ്ങളുടെ മുൾമുലയിലാണ്. എനിക്കവിടെ എത്താൻ പറ്റിയില്ല, എനിക്കൊന്നും ആകാൻ പറ്റിയില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ അവിടെ എത്തി, എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇപ്പം വലിയ സാലറിയൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, എൻ്റെ ഭാവി ഇങ്ങനെ ആയിപ്പോയല്ലോ. ദൈവം നിന്നെ നയിക്കും. ദൈവം നിന്നെ നയിക്കും. കുഴിയിലേക്കല്ല, ഏതെങ്കിലും ഒരു അപകട സാഹചര്യത്തിലേക്കല്ല. ദൈവം നിന്നെ നയിക്കുന്നത് ഒരു അനുഗ്രഹത്തിലേക്കാണ്, ഒരു വിജയത്തിലേക്കാണ്, ഒരു നന്മയിലേക്കാണ്. ഒത്തിരി കാര്യങ്ങളിൽ ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ നടന്ന വഴികളൊന്നും പട്ടുമെത്ത മാത്രമൊന്നും ആയിരുന്നില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലുണ്ടായിരുന്നു. പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടലുകൾ, കളിയാക്കലുകൾ, പലതും കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവം മുന്നോട്ട് നയിച്ചു. ദൈവം മുന്നോട്ട് നയിച്ചു. വലിയ കവാടമുണ്ടായിരുന്നു, വലിയ മതിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം പുറകോട്ടല്ല കൊണ്ടുപോയത്, മുന്നോട്ടാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ദൈവം മുന്നോട്ട് നയിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഒരേ സ്വരത്തിൽ പറയുന്നൊരു വാക്കാണ്, ഞങ്ങളെ ദൈവം മുന്നോട്ട് നയിക്കുന്നു എന്ന്. മതിലുണ്ട്, കവാടമുണ്ട്, പക്ഷെ മുന്നോട്ട് നയിക്കുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യത്തിലാണ് നിങ്ങൾ ആകെ സ്റ്റക്കായത്? പിടിച്ചു കെട്ടിയവരവിടെ നിൽക്കുന്നത്? മുന്നോട്ട് നയിക്കും ദൈവം നയിക്കും. കർത്താവ് നിങ്ങളെ നയിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, ഈ വെള്ളിയാഴ്ച, ഈ മാസത്തിൻ്റെ 3-ാം വെള്ളിയാഴ്ച, 7 ആശീർവാദത്തോടെയുള്ള ദിവികാരന പ്രദക്ഷിണമുള്ള സമയമാണ്. അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ജോർജ് ജേക്കബ് പൂതക്കുഴി അച്ഛനാണ്. അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവില്ല. എന്നെ ഞാനാക്കാൻ, എനിക്കിങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ
പ്രാർത്ഥിക്കുവാൻ, വചനം പറയുവാൻ എല്ലാം ഒരു കാലത്ത് പ്രോത്സാഹനം നൽകിയത്, പ്രാർത്ഥിച്ചത് ആ ദൈവനിയോഗമുള്ള ദൈവമനുഷ്യനാണ്. അനുഗ്രഹീതനായൊരു പുരോഹിതനാണ്. അച്ഛൻ ഈ ആലയത്തിൽ വരുന്നത് ഒരു വലിയ ഭാഗ്യമാണ്, ഒരനുഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നന്ദിയോടെ ഓർക്കുന്നു. ആ ദിവസം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ചിന്തകളിൽ, തീരുമാനങ്ങളിൽ, ഇടപാടുകളിൽ, നയങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ. നിങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ദൈവം നയിക്കുന്നതാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടം, ചതി, നിരാശ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ അസൂയയോടെ പറഞ്ഞു പിടിപ്പിക്കുന്നവർ, അസൂയയോടെ തകർച്ച ആഗ്രഹിച്ച് പറയുന്നവരിൽ നിന്നെല്ലാം നമ്മളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെയും, ഭാവിയെയും, ജീവനെയും, ജീവിതത്തെയും സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ദീർഘായുസ്, നല്ല ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരികയില്ല, ഒരു അനർത്ഥവും വരികയില്ല. ദൈവം നിങ്ങളെ ഉള്ളംകൈയിലെന്ന പോലെ സൂക്ഷിക്കും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷത്തോടെ ഇരിക്കുക. ഈ വചനം സാധ്യമായ എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളിലൂടെ, വാട്സപ്പിലൂടെയോ ഗ്രൂപ്പുകളിലൂടെ, സ്റ്റാറ്റസിലൂടെയൊക്കെ അനേകർക്ക് ഈ വചനം എത്താൻ, കേൾക്കാൻ ഇടയാകട്ടെ. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ, ഒരുമിച്ച് വചനം കേട്ട് ആരംഭിക്കാൻ ദൈവം സഹായിക്കട്ടെ. കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.